ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനൊക്കെ എങ്ങനെ പോകുന്നു? ആർക്കൊക്കെയാണ് 21നും 24നും എക്സാം വരുന്നത്? ഫസ്റ്റ് ഫേസിൽ ഡിഗ്രി പ്രിലിംസ് ഫസ്റ്റ് ഫേസിൽ എക്സാം എഴുതാൻ പോകുന്ന കൂട്ടുകാർ ഒരുപാട് പേരുണ്ടോ? എങ്ങനെയുണ്ട് പ്രിപ്പറേഷൻ? ടെൻഷനാണോ മൊത്തത്തിൽ? ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കതൊന്ന് ഒരു നയപരമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് രണ്ടും ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. മാക്സിമം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എത്ര ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യുക. ഇനിയിപ്പോൾ എക്സാം അടുത്ത് നിൽക്കുന്ന സമയത്തിൽ സ്കോർ കൂട്ടാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ ചെയ്യാത്തതുകൊണ്ട് കൂടിയാണ് എടുത്ത് പറയുന്നത്. മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യുക കേട്ടോ. മാത്സിന് നല്ലപോലെ സ്കോർ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ അഡ്വാൻറ്റേജ് ആണ്. അതൊരിക്കലും തെറ്റാൻ സാധ്യതയില്ലാത്തൊരു മേഖല ആയതുകൊണ്ടും കൂടിയാട്ടോ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഡിഗ്രി പ്രിലിംസിന് പോകുന്നവർ പ്രത്യേകിച്ച്, കാരണം 20 മാർക്കിനാണ് ചോദിക്കുന്നത് മാത്സ്, 20 മാർക്ക് ഇംഗ്ലീഷ്, 10 മാർക്ക് മലയാളം ആണല്ലോ. സിലബസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും, പരിചയം ഉണ്ടാവും. മാക്സിമം അതിൽ എത്ര മാർക്ക് പിടിക്കാൻ പറ്റുമോ നിങ്ങളെ കട്ട് ഓഫ് കടക്കാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ നമ്മൾ ഈ പഠിക്കുന്നത് പോലൊക്കെ തന്നെയാണ്. എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ അത് ജനറലിയാണ്. എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളൊരു കറണ്ട് അഫെയർസ് സെഷനാണ് ചെയ്യാൻ പോകുന്നത്. ഇതിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് നമ്മൾ 10th പ്രിലിംസിനാണ്. കാരണം 20 മാർക്കിന് കറണ്ട് അഫെയർസ് ഉണ്ടെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആനുകാലികം 20 മാർക്കിനാണ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏറ്റവും പുതിയ നിയമനങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. കൺഫ്യൂസിങ് ആവാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കറണ്ട് അഫെയർസ് ആണ്. പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പേരുകൾ ഓർത്തിരിക്കാൻ സാധ്യത ഭയങ്കര കുറവുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതേ ചെയ്യാനുള്ളൂ. നമുക്ക് ഞാനതൊരു സെറ്റുകളായിട്ടാണ് തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓരോ സെറ്റായിട്ട് ഓരോ സെറ്റായിട്ട് നമുക്ക് പഠിച്ചു. അപ്പോൾ ആ ഒരു സെറ്റിൽ നിന്നാണോ വന്നത് എന്ന രീതിയിൽ ആലോചിച്ചെങ്കിലും നമുക്ക് ആ ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ മാക്സിമം ഒന്ന് നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടാണെന്നുള്ളൊരു ആത്മാർത്ഥ പ്രയത്നത്തോടു കൂടി നമുക്കിത് പഠിക്കാം കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യമല്ല, നമ്മളത് ചോദ്യം ആൻസർ ഒന്നിച്ചുള്ള രീതിയിൽ ആരാണ് എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് നോക്കാം. ലോക്സഭാ സ്പീക്കർ ആരാണ്? ലോക്സഭാ സ്പീക്കർ ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് കേട്ടോ. ഓം ബിർളയാണ് ലോക്സഭാ സ്പീക്കർ, ഓം ബിർള. ഉപരാഷ്ട്രപതി ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ഇപ്പോഴാരാണ്? ജഗ്ദീപ് ധൻകർ ആണ് കേട്ടോ. ജഗ്ദീപ് ധൻകർ ആണ് ലോക്സഭാ സ്പീക്കർ. ഓം ബിർള, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ആണ്. ഓക്കെ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇന്ത്യയുടെ പരമോന്നത പദവിയായ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലിരിക്കുന്ന ഇപ്പോഴത്തെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആണ് കേട്ടോ. പത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ അടുത്തിടെയാണ് നിയമിതനായത്. ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി, ജസ്റ്റിസ് ഭൂഷൺ ഗവായി ആണ് കേട്ടോ. 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി. 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായിയാണ്. തൊട്ടു മുന്നിലത്തെ 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? സഞ്ജീവ് ഖന്നയാണ് കേട്ടോ. സഞ്ജീവ് ഖന്ന. നമ്പർ എടുത്ത് ചോദിക്കുന്ന ഒരു രീതി PSCക്ക് കണ്ടിട്ടുണ്ട്. 52ാമത് ചീഫ് ജസ്റ്റിസ് ആരാ, 51ാമത് ആരാ എന്ന് ചോദിച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ ആവാൻ പാടില്ല. 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് കേട്ടോ. സഞ്ജീവ് ഖന്ന. 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആണ്. ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി. ഓക്കെ, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദാർ ആണ് കേട്ടോ. നിതിൻ മധുക്കർ ജാംദാർ ആണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദാർ ആണ്. ഓക്കെ, അടുത്തത് കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. അലക്സാണ്ടർ തോമസ്. കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ ആണ് കേട്ടോ. വി രാമസുബ്രഹ്മണ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ വി രാമസുബ്രഹ്മണ്യനും, കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചോദിച്ചാൽ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസുമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ, കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ചോദിച്ചാൽ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസുമാണ്. ഓക്കെ, അടുത്തത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ. മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ കേന്ദ്രത്തിൽ ഹീരാലാൽ സമാരിയാണ്. ഹീരാലാൽ സമാരിയാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ. എന്നാൽ കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായർ ആണ്. വി ഹരിനായർ. കുറച്ചുകൂടെ മലയാള തനിമയുള്ള പേരല്ലേ, വി ഹരിനായർ. അപ്പോൾ
കേരളത്തിൻ്റെ ആണെന്ന് അങ്ങനെ കരുതാവുന്നതാണ്. ഹീരാലാൽ സമാരിയ ഏകദേശം ഒരേപോലുള്ള പേരുകളായതുകൊണ്ട് വിവരാവകാശത്തിൻ്റെതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമാരിയയും കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായരുമാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമാരിയ, കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായരുമാണ്. ഓക്കെ, ഇനി കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാറാണ് കേട്ടോ. ജ്ഞാനേഷ് കുമാർ കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാറാണ്. മറ്റ് അംഗങ്ങളാണ് വിവേക് ജോഷി, സുഖ്ബീർ സിംഗ് സന്ധു എന്നിവർ. വിവേക് ജോഷി, സുഖ്ബീർ സിംഗ് സന്ധു എന്നിവർ മറ്റ് അംഗങ്ങളാണ്. കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷനിലെ മറ്റംഗങ്ങളാണ് വിവേക് ജോഷി, സുഖ്ബീർ സിംഗ് സന്ധു. കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാറാണ്. ജ്ഞാനേഷ് കുമാർ. കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാറും മറ്റംഗങ്ങളാണ് വിവേക് ജോഷിയും സുഖ്ബീർ സിംഗ് സന്ധുവും. ഓക്കെ ആണല്ലോ, അതൊന്ന് റിവൈസ് ചെയ്യാം. ലോക്സഭാ സ്പീക്കർ ആരാണ്? ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ്. ആൻസേഴ്സ് ഒന്ന് ഓർത്തെടുക്കാനായിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. അതാണ് എന്നുള്ള രീതിയിലൊന്ന് ഓർത്തെടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പം നിങ്ങൾക്കൊരു പഠനത്തിൻ്റെ ഒരു ലെയറും കൂടെ സ്ട്രോങ് ആവുന്നത് പോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ്. ഓം ബിർള. ഉപരാഷ്ട്രപതി ആരാണ്? ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ആണ് ഉപരാഷ്ട്രപതി. സുപ്രീം കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ്? സുപ്രീം കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് 52ാമത് ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി. ജസ്റ്റിസ് ഭൂഷൺ ഗവായി. ഓക്കെ, കേരള സംസ്ഥാനത്തിൻ്റെ ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള സംസ്ഥാന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ ആണ്. നിതിൻ മധുകർ ജാംദാർ. ഓക്കെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി സുബ്രഹ്മണ്യനാണ്. വി രാമസുബ്രഹ്മണ്യൻ. കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ചെയർമാനാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമാരിയാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമാരിയ. കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറോ വി ഹരിനായരാണ്. ഹീരാലാൽ സമാരിയയും വി ഹരിനായരുമാണ് വിവരാവകാശ കമ്മീഷണർമാർ കേന്ദ്രത്തിലെയും കേരളത്തിലെയും. ഓക്കെ, ഇനി കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാറാണ് കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. മറ്റംഗങ്ങളാണ് വിവേക് ജോഷി, സുഖ്ബീർ സിംഗ് സന്ധു. ഓക്കെ, ഇലക്ഷൻ കമ്മീഷണറാണ് ജ്ഞാനേഷ് കുമാർ. മറ്റംഗങ്ങൾ വിവേക് ജോഷി, സുഖ്ബീർ സിംഗ് സന്ധു എന്നിവരാണ്. ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയർ ആണല്ലോ. കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാറും മറ്റംഗങ്ങൾ വിവേക് ജോഷി, സുഖ്ബീർ സിംഗ് സന്ധു എന്നിവരാണ്. അപ്പോൾ കേരള ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? കേരള സംസ്ഥാനത്തിൻ്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് എ ഷാജഹാൻ. കേരള സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് എ ഷാജഹാൻ. ഇനി കേരള സംസ്ഥാനത്തിൻ്റെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാണ്? കേരള സംസ്ഥാനത്തിൻ്റെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ ആണ് കേട്ടോ. ഡോക്ടർ രത്തൻ യു ഖേൽക്കർ. സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാനും ചീഫ് ഇലക്ട്രൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ ആണ്. കേരള സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാനും കേരള സംസ്ഥാനത്തിൻ്റെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ ആണ്. ഓക്കെ, ഇത് കമ്പൈനായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. സംസ്ഥാനത്തിൻ്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാനും ചീഫ് ഇലക്ട്രൽ ഓഫീസർ രത്തൻ യു ഖേൽക്കറുമാണ്. ഓക്കെ, അടുത്തത് ദേശീയ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷൻ വിജയ കിഷോർ രാഹത്കർ ആണ് കേട്ടോ. വിജയ കിഷോർ രാഹത്കർ വനിതാ കമ്മീഷൻ അധ്യക്ഷൻ. ദേശീയ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷൻ വിജയ കിഷോർ രാഹത്കർ ആണ്.
കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷൻ പി സതീദേവി. നമ്മൾ ഒത്തിരി തവണ ഈ പേര് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ടുള്ളൊരു പേരാണ്. കേരള സംസ്ഥാനത്തിൻ്റെ വനിതാ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? പി സതീദേവിയാണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷൻ വിജയ കിഷോർ രാഹത്കർ ആണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? പി സതീദേവിയാണ്. പി സതീദേവി. ഇനി UPSC ചെയർമാൻ ആരാണ്? നിലവിലെ UPSC ചെയർമാൻ ഡോക്ടർ അജയ് കുമാറാണ് കേട്ടോ. ഡോക്ടർ അജയ് കുമാറാണ് UPSC ചെയർമാൻ. നിലവിലെ UPSC ചെയർമാൻ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ഡോക്ടർ അജയ് കുമാറാണ്. അജയ് കുമാർ. കേരള സംസ്ഥാനത്തിൻ്റെ PSC ചെയർമാൻ ആരാണ്? നിലവിലെ PSC ചെയർമാൻ MR ബൈജു ആണ് കേട്ടോ. MR ബൈജു. UPSC ചെയർമാൻ ഡോക്ടർ അജയ് കുമാറാണ്. കേരള സംസ്ഥാന PSCയുടെ ചെയർപേഴ്സൺ ആരാണ്? MR ബൈജു ആണ്. MR ബൈജു. UGCയുടെ ചെയർപേഴ്സൺ വിനീത് ജോഷിയാണ് കേട്ടോ. വിനീത് ജോഷി. UGCയുടെ ചെയർമാൻ ആരാണ്? യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ വിനീത് ജോഷിയാണ്. വിനീത് ജോഷി. വിനീത് ജോഷിയാണ് UGCയുടെ ചെയർമാൻ. ഇനി ISROയുടെ ചെയർമാൻ. ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? വി നാരായണനാണ് കേട്ടോ. വി നാരായണൻ 11ാമത് ചെയർമാനാണ്. ISROയുടെ 11ാമത് ചെയർമാനാണ് വി നാരായണൻ. നമ്പർ ഓർത്തിരിക്കണേ, എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക. ISROയുടെ 11ാമത് ചെയർപേഴ്സൺ, ISROയുടെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ്? വി നാരായണനാണ്. വി നാരായണൻ. അങ്ങനെയാണെങ്കിൽ 10ാമത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു? എസ് സോമനാഥാണ് കേട്ടോ. എസ് സോമനാഥ് പേര് കേട്ടിട്ടുണ്ടാവും. പക്ഷേ 10ാമത് 11ാമത് എന്ന് ചോദിക്കുമ്പോൾ തെറ്റിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. എസ് സോമനാഥ് 10ാമത് ISROയുടെ ചെയർമാനായിരുന്നു. 11ാമത് ISROയുടെ ചെയർമാൻ വി നാരായണനും ആണ്. ഓക്കെ. ഇനി വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ VSSCയുടെ ചെയർമാൻ ആരാണ്? നിലവിലെ VSSCയുടെ ചെയർമാൻ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ്. എസ് ഉണ്ണികൃഷ്ണൻ നായർ. എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് VSSCയുടെ ചെയർമാൻ. VSSCയുടെ നിലവിലെ ചെയർമാൻ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ നിലവിലെ ചെയർമാനാണ് എസ് ഉണ്ണികൃഷ്ണൻ നായർ. എസ് ഉണ്ണികൃഷ്ണൻ നായർ. ഇനി DRDOയുടെ ചെയർമാൻ ആരാണ്? DRDO ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. ഫുൾ ഫോമും ഓർത്തിരിക്കുക, ചോദിച്ചേക്കാം. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. DRDOയുടെ നിലവിലെ ചെയർമാൻ സമീർ വി കാമത്താണ്. സമീർ വി കാമത്ത്. സമീർ വി കാമത്താണ് DRDOയുടെ നിലവിലെ ചെയർമാൻ. ഓക്കെ. അപ്പോൾ VSSCയുടെ നിലവിലെ ചെയർമാൻ എസ് ഉണ്ണികൃഷ്ണൻ നായരും DRDOയുടെ നിലവിലെ ചെയർമാൻ സമീർ വി കാമത്തുമാണ്. ഓക്കെ. അപ്പോൾ ഇതൊന്ന് റിവൈസ് ചെയ്യാം. കേരള സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? നിലവിലെ കേരള സംസ്ഥാനത്തിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ A ഷാജഹാനാണ്. കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാറാണ് കേട്ടോ. ജ്ഞാനേഷ് കുമാറാണ്. കേന്ദ്രത്തിലെ ജ്ഞാനേഷ് കുമാറും കേരള സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ A ഷാജഹാനുമാണ്. A ഷാജഹാൻ. ഇനി കേരള ചീഫ് ഇലക്ട്രൽ ഓഫീസർ, കേരളത്തിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാണ്? ഡോക്ടർ രത്തൻ യു ഖേൽക്കർ ആണ്. രത്തൻ യു ഖേൽക്കർ. രത്തൻ യു ഖേൽക്കർ. ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷൻ വിജയ കിഷോർ രാഹത്കർ ആണ്. വിജയ കിഷോർ രാഹത്കർ. വനിതാ കമ്മീഷന്റെ അധ്യക്ഷൻ വിജയ കിഷോർ രാഹത്കർ ആണ്. വനിതാ കമ്മീഷൻ വിജയ കിഷോർ. വിജയ കിഷോർ വനിതാ കമ്മീഷന്റെ അധ്യക്ഷനാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷൻ വിജയ കിഷോർ രാഹത്കർ ആണ്. കേരള സംസ്ഥാനത്തിന്റെ വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയാണ്. പി സതീദേവി. UPSC ചെയർമാൻ. നിലവിലെ UPSC ചെയർമാൻ ഡോക്ടർ അജയ് കുമാറാണ്. അജയ് കുമാർ. UPSC ചെയർമാൻ MR ബൈജു PSCയുടെ ചെയർമാനാണ്. നിലവിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ ഓഫ് കേരളയുടെ ചെയർമാൻ MR ബൈജു ആണ്. UGCയുടെ ചെയർമാൻ വിനീത് ജോഷി. വിനീത് ജോഷിയാണ് UGCയുടെ ചെയർമാൻ. വിനീത് ജോഷി UGCയുടെ നിലവിലെ ചെയർമാനാണ്. ISROയുടെ 11ാമത് ചെയർപേഴ്സൺ ആരാണ്? വി നാരായണനാണ് കേട്ടോ. വി നാരായണൻ. 10ാമത് ചെയർപേഴ്സൺ എസ് സോമനാഥാണ്. എസ് സോമനാഥ്. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ നിലവിലെ ചെയർമാൻ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ്. എസ് ഉണ്ണികൃഷ്ണൻ നായർ. VSSCയുടെ നിലവിലെ ചെയർമാൻ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDOയുടെ ചെയർപേഴ്സൺ സമീർ വി കാമത്താണ്. സമീർ വി കാമത്ത്. ഓക്കെ. അടുത്ത സെറ്റ്. കേരള കലാമണ്ഡലത്തിൻ്റെ നിലവിലെ ചാൻസലർ ആരാണ്? കേരള കലാമണ്ഡലത്തിൻ്റെ നിലവിലെ ചാൻസലർ മല്ലിക സാരാഭായി ആണ്. മല്ലിക സാരാഭായി. മല്ലിക സാരാഭായി
മൃണാളിനി സാരാഭായിയുടെയും വിക്രം സാരാഭായിയുടെയും മകളാണ്. മൃണാളിനി സാരാഭായിയുടെ ആത്മകഥയുടെ പേര് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. മൃണാളിനി സാരാഭായിയുടേതാണ്. മൃണാളിനി സാരാഭായിയുടെ ആത്മകഥ ദി വോയിസ് ഓഫ് ദി ഹാർട്ട് എന്നതാണ്. ദി വോയിസ് ഓഫ് ദി ഹാർട്ട് എന്നതാണ്. ദി വോയിസ് ഓഫ് ദി ഹാർട്ടാണ്, ഹാർട്ട് എന്നതാണ്. മല്ലിക സാരാഭായിയുടേതല്ല, മൃണാളിനി സാരാഭായിയുടെ ആത്മകഥയാണ്. മൃണാളിനി സാരാഭായിയുടെ ആത്മകഥയാണ് ദി വോയിസ് ഓഫ് ദി ഹാർട്ട് എന്നത്. ദ വോയിസ് ഓഫ് ദി ഹാർട്ട്. ഓക്കെ, വോയിസ് ഓഫ് ദി ഹാർട്ട് എന്നത് മൃണാളിനി സാരാഭായിയുടെ ആത്മകഥയാണ്. അതുപോലെ യാമിനി കൃഷ്ണമൂർത്തിയുടെ ആത്മകഥയും കൂടി ഒന്ന് നോട്ട് ചെയ്തോളൂ. യാമിനി കൃഷ്ണമൂർത്തിയുടെ ആത്മകഥ എ പാഷൻ ഫോർ ഡാൻസ് എന്നതാണ്. നമ്മളൊരു കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോയിൽ ഈ ഒരു ടോപ്പിക്ക് സംസാരിച്ചിട്ടുണ്ട്, എങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. യാമിനി കൃഷ്ണമൂർത്തിയുടെ ആത്മകഥയാണ് എ പാഷൻ ഫോർ ഡാൻസ് എന്നത്. എ പാഷൻ ഫോർ ഡാൻസ് എന്നത് യാമിനി കൃഷ്ണമൂർത്തിയുടെ ആത്മകഥയാണ്. യാമിനി കൃഷ്ണമൂർത്തിയുടെ ആത്മകഥ എ പാഷൻ ഫോർ ഡാൻസ് എന്നതാണ്. എ പാഷൻ ഫോർ ഡാൻസ്. മൃണാളിനി സാരാഭായിയുടെ ആത്മകഥയാണ് ദി വോയിസ് ഓഫ് ദി ഹാർട്ട് എന്നത്. ഓക്കെ, അപ്പോൾ കേരള കലാമണ്ഡലത്തിൻ്റെ ചാൻസലർ ആരാണ്? മല്ലിക സാരാഭായിയാണ്. മല്ലിക സാരാഭായിയാണ്. കേരള കലാമണ്ഡലത്തിൻ്റെ വൈസ് ചാൻസലർ ആരാണ്? വൈസ് ചാൻസലർ ബി ആനന്ദകൃഷ്ണനാണ് കേട്ടോ. ബി അനന്തകൃഷ്ണനാണ്. ബി അനന്തകൃഷ്ണനാണ്. കേരള കലാമണ്ഡലത്തിൻ്റെ വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണനാണ്. ചാൻസലർ മല്ലിക സാരാഭായിയാണ്. ഓക്കെ, കേരള കലാമണ്ഡലത്തിൻ്റെ ചാൻസലർ മല്ലിക സാരാഭായി. കേരള കലാമണ്ഡലത്തിൻ്റെ വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണനുമാണ്. ഓക്കെ, കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകർ ആരാണ്? സ്ഥാപകർ രണ്ടുപേരാണ് പറയുന്നത്. ആരൊക്കെയാണെന്നറിയാമോ? വള്ളത്തോൾ നാരായണ മേനോനും അതുപോലെ മണകുളം മുകുന്ദരാജനുമാണ് കേട്ടോ. മുകുന്ദരാജയുമാണ്. ഓക്കെ, വള്ളത്തോൾ നാരായണ മേനോനും മണകുളം മുകുന്ദരാജയുമാണ് കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകർ. കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകർ. ഓക്കെ, ആസ്ഥാനം എവിടെയാണെന്നറിയാലോ? തൃശ്ശൂരാണ്. ചെറുതുരുത്തി അല്ലെങ്കിൽ വള്ളത്തോൾ നഗർ. ഓക്കെ, കേരള കലാമണ്ഡലം ആണല്ലോ. ക്ലിയർ ആണല്ലോ. അടുത്തത് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ്. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ്? കെ സച്ചിദാനന്ദനാണ് കേട്ടോ. കെ സച്ചിദാനന്ദൻ. കെ സച്ചിദാനന്ദനാണ് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ്. നിലവിലെ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റാണ് കെ സച്ചിദാനന്ദൻ. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ കെ സച്ചിദാനന്ദനും കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയുമാണ്. ഓക്കെ, ഇനി കേരള ലളിത കലാ അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? കേരള ലളിത കലാ അക്കാദമിയുടെ ചെയർമാൻ മുരളി ചീരോത്താണ്. മുരളി ചീരോത്ത്. കേരള ലളിത കലാ അക്കാദമി. ലളിതമായതല്ലേ, ചീരോത്ത് എന്നൊക്കെ കേൾക്കുമ്പോൾ ലളിതമായ പേരല്ലേ, അങ്ങനെ കരുതിയാൽ മതി. കേരള ലളിത കലാ അക്കാദമിയുടെ ചെയർമാൻ മുരളി ചീരോത്താണ്. മുരളി ചീരോത്ത്. കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? വി നാഗദാസ് ആണ് കേട്ടോ. വി നാഗ്ദാസ്. വി നാഗ്ദാസ് ആണ് കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ. കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ മുരളി ചീരോത്താണ്. മുരളി ചീരോത്ത്. കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ വി നാഗ്ദാസ് ആണ്. വി നാഗ്ദാസ് ആണ്. ഓക്കെ, സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ ആരാണ്? സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ എ ജി ഒലീനയാണ് കേട്ടോ. എ ജി ഒലീനയാണ് സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ ഡയറക്ടറാണ് എ ജി ഒലീന. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറാണ് ഡോക്ടർ എം സത്യൻ. എം സത്യനാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ. ഡോക്ടർ എം സത്യനാണ്. ഡോക്ടർ എം സത്യൻ. ഓക്കെ, കേരള കലാമണ്ഡലത്തിൻ്റെ നിലവിലെ ചാൻസലർ ആരാണ്? മല്ലിക സാരാഭായി ആണ് കേട്ടോ. മല്ലിക സാരാഭായി. വൈസ് ചാൻസലർ കേരള കലാമണ്ഡലത്തിൻ്റെ വൈസ് ചാൻസലർ ബി ആനന്ദകൃഷ്ണനാണ്. ബി ആനന്ദകൃഷ്ണൻ. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് കെ സച്ചിദാനന്ദനാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. കേരള ലളിത കലാ അക്കാദമിയുടെ ചെയർമാൻ മുരളി ചീരോത്താണ്. കേരള ലളിത കലാ അക്കാദമിയുടെ ചെയർമാൻ മുരളി ചീരോത്ത്. കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ വി നാഗ്ദാസ് ആണ്. കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ വി നാഗ്ദാസ് ആണ്. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ഡയറക്ടർ എ ജി ഒലീന. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ഡയറക്ടർ ആരാണ്? എ ജി ഒലീനയാണ്. എ ജി ഒലീന. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ഡോക്ടർ എം സത്യനാണ്. ഡോക്ടർ എം സത്യനാണ്. ഡോക്ടർ എം സത്യൻ. സാക്ഷരതാ മിഷന്റെ ഡയറക്ടർ ഒലീനയുമാണ്. സാക്ഷരതാ മിഷന്റെ ഡയറക്ടർ ഒലീന. ഒലീന. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ സത്യനാണ്. ഓക്കെ, അടുത്ത സെറ്റ്
കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയർമാൻ ആരാണ്? കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയർമാൻ മാധവ് കൗശിക്കാണ്. മാധവ് കൗശിക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ. അപ്പോൾ വൈസ് ചെയർമാൻ ആരാണ്? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വൈസ് ചെയർമാൻ കുമുദ് ശർമ്മയാണ് കേട്ടോ. കുമുദ് ശർമ്മ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ മാധവ് കൗശിക്കാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ മാധവ് കൗശിക്കും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വൈസ് ചെയർമാൻ കുമുദ് ശർമ്മയുമാണ്. കുമുദ് ശർമ്മ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ മാധവ് കൗശിക്കാണ്. വൈസ് ചെയർമാൻ കുമുദ് ശർമ്മയാണ്. മാധവ് കൗശിക്കും കുമുദ് ശർമ്മയും. ഓക്കെ. ആണവോർജ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ആണവോർജ കമ്മീഷന്റെ ചെയർമാൻ എ കെ മൊഹന്തിയാണ്. എ കെ മൊഹന്തിയാണ് ആണവോർജ കമ്മീഷന്റെ ചെയർമാൻ. ആണവോർജ കമ്മീഷന്റെ ചെയർമാൻ എ കെ മൊഹന്തിയാണ് ആണവോർജ കമ്മീഷന്റെ ചെയർമാൻ. കേരള സംസ്ഥാന പോലീസ് മേധാവി ആരാണ്? കേരള സംസ്ഥാനത്തിൻ്റെ നിലവിലെ പോലീസ് മേധാവിയാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ് IPS. ഷെയ്ഖ് ദർവേഷ് സാഹിബ് IPS ആണ് കേരള സംസ്ഥാനത്തിൻ്റെ പോലീസ് മേധാവി. കേരള സംസ്ഥാനത്തിൻ്റെ പോലീസ് മേധാവി ആരാണ്? ഷെയ്ഖ് ദർവേഷ് സാഹിബാണ്. ഓക്കെ. കേരള ചീഫ് സെക്രട്ടറി, നിലവിലെ കേരള ചീഫ് സെക്രട്ടറി ആരാണ്? ഡോക്ടർ എ ജയതിലകാണ് കേട്ടോ. ഡോക്ടർ എ ജയതിലക്. എ ജയതിലക് IAS എത്രാമത്തെ ചീഫ് സെക്രട്ടറി എന്നറിയാമോ? കേരളത്തിൻ്റെ 50-ാമത്തെയാണ് കേട്ടോ. 50-ാമത്തെ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയാണ് ഡോക്ടർ എ ജയതിലക്. ഡോക്ടർ എ ജയതിലക് കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറിയാണ്. 50-ാമത്തെ ചീഫ് സെക്രട്ടറിയാണ് കേട്ടോ. കേരളത്തിൻ്റെ 50-ാമത്തെ ചീഫ് സെക്രട്ടറിയാണ് ഡോക്ടർ എ ജയതിലക്. 49-ാമത്തെ ചീഫ് സെക്രട്ടറി ആരാണെന്നറിയാമോ? കുറച്ചധികം ന്യൂസിൽ നമ്മൾ കേട്ടിട്ടുള്ളൊരു പേരാണ്. സീനിയർ IAS ഉദ്യോഗസ്ഥയായ ശാരദ മുരളീധരനാണ്. ശാരദ മുരളീധരൻ മുൻ ചീഫ് സെക്രട്ടറി. കേരളത്തിലെ മുൻ ചീഫ് സെക്രട്ടറി ആരാണ്? 49-ാമത്തെ ആളാരാണ്? ശാരദ മുരളീധരനാണ്. ശാരദ മുരളീധരൻ 49-ാമത്തെ കേരള ചീഫ് സെക്രട്ടറിയാണ് ശാരദ മുരളീധരൻ. നിലവിലെ ചീഫ് സെക്രട്ടറി ആരാണ്? കേരളത്തിലെ 50-ാമത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? ഡോക്ടർ എ ജയതിലകാണ് കേട്ടോ. ഡോക്ടർ എ ജയതിലക്. ഇനി ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ്? ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയാണ്. ആർ വെങ്കിട്ടരമണി. നിലവിലെ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയാണ് ആർ വെങ്കിട്ടരമണി. ഇനി ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ ആരാണ്? ഇന്ത്യയുടെ സോളിസിറ്റർ ജനറലാണ് തുഷാർ മേത്ത. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയാണ്. ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ്. കേരള അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? കെ ഗോപാലകൃഷ്ണക്കുറുപ്പാണ്. കെ ഗോപാലകൃഷ്ണക്കുറുപ്പ്. നിലവിലെ ഇന്ത്യയുടെ അറ്റോർണി ജനറലാണ് ആർ വെങ്കിട്ടരമണി. അറ്റോർണി ജനറൽ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 76 ആണ് കേട്ടോ. ആർട്ടിക്കിൾ 76 ഹയസ്റ്റ് ലോ ഓഫീസറാണ്. ഇന്ത്യയുടെ ഹയസ്റ്റ് ലോ ഓഫീസറാണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 76 പ്രകാരമാണ് അറ്റോർണി ജനറൽ നിയമിക്കപ്പെടുന്നത്. എന്താണ്? ഗവൺമെൻറ്റിന് ലീഗൽ അഡ്വൈസ് കൊടുക്കുക എന്നുള്ളതാണ് അറ്റോർണി ജനറലിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. അറ്റോർണി ജനറലിന് ഇനി സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേട്ടോ. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ പറയാനില്ല. സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയതുകൊണ്ട് ആർട്ടിക്കിൾ പറയാനില്ല നമ്മൾ പറഞ്ഞു. എന്നാൽ സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ സെക്കൻഡ് ഹയസ്റ്റ് ലോ ഓഫീസറാണ് കേട്ടോ. സെക്കൻഡ് ഹയസ്റ്റ് ലോ ഓഫീസർ സോളിസിറ്റർ ജനറലാണ്. നിലവിലെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ്. ഓക്കെ. ഇനി കേരള അഡ്വക്കേറ്റ് ജനറൽ എന്നത് ആർട്ടിക്കിൾ പറയുന്നുണ്ട്. ഏതാണ് ആർട്ടിക്കിൾ അറിയാമോ? 165 കേട്ടോ. 165 ആർട്ടിക്കിൾ 165 ഹയസ്റ്റ് ലോ ഓഫീസർ ഓഫ് സ്റ്റേറ്റ് ആണ്. കേരള ഒരു സംസ്ഥാനത്തിൻ്റെ ഹയസ്റ്റ് ലോ ഓഫീസറാണ് അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത്. അഡ്വക്കേറ്റ് ജനറൽ ഓഫ് സ്റ്റേറ്റ് എന്നാണ് പോസ്റ്റ്. ഇപ്പോൾ കേരള അഡ്വക്കേറ്റ് ജനറൽ, നിലവിലെ കേരള അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? കെ ഗോപാലകൃഷ്ണക്കുറുപ്പാണ്. കെ ഗോപാലകൃഷ്ണക്കുറുപ്പ്. ഓക്കെ. അപ്പോൾ അതൊന്ന് റിവൈസ് ചെയ്യാം. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? നിലവിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ മാധവ് കൗശിക്കാണ്. മാധവ് കൗശിക്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വൈസ് ചെയർമാൻ കുമുദ് ശർമ്മയാണ്. കുമുദ് ശർമ്മ. ആണവോർജ കമ്മീഷൻ ചെയർമാൻ, ആണവോർജ കമ്മീഷൻ്റെ ചെയർമാൻ എ കെ മൊഹന്തിയാണ്. എ കെ മൊഹന്തി. കേരള സംസ്ഥാനത്തിൻ്റെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബാണ്. ദർവേഷ് സാഹിബാണ്.
കേരള സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറി, നിലവിലെ ചീഫ് സെക്രട്ടറി 50ാമത്തെ ചീഫ് സെക്രട്ടറിയാണ് ഡോക്ടർ എ ജയതിലകാണ്. ഡോക്ടർ എ ജയതിലക്. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ്? ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറലാണ് ആർ വെങ്കിട്ടരമണി. ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ്. കേരള അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പാണ്. കേരള അഡ്വക്കേറ്റ് ജനറൽ. ഇന്ത്യൻ ലോക്പാൽ ആരാണ്? ഇന്ത്യൻ ലോക്പാൽ അജയ് മണിക് റാവ് ഖാൻവിൽക്കർ ആണ് ഇന്ത്യൻ ലോക്പാൽ. ലോകായുക്തയോ? കേരള ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ ആണ്. ഇന്ത്യയിൽ കേന്ദ്രതലത്തിലും സംസ്ഥാന തലത്തിലും 2 സ്വതന്ത്ര അഴിമതി വിരുദ്ധ സ്ഥാപനങ്ങൾ എന്ന ആശയത്തിൻ്റെ മേലാണ് ലോക്പാലും ലോകായുക്തയും വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ലോക്പാൽ ആരാണ്? അജയ് മണിക് റാവ് ഖാൻവിൽക്കർ ആണ്. ആണ് ഇന്ത്യൻ ലോക്പാൽ. ലോകായുക്ത, കേരള ലോകായുക്ത, സംസ്ഥാനത്തിലുള്ളതാണ് ലോകായുക്ത. കേരള ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ ആണ്. ജസ്റ്റിസ് എൻ അനിൽകുമാർ ആണ് കേരള ലോകായുക്ത. ലോക്പാൽ അജയ് മണിക് റാവു ആണ് കേട്ടോ. അജയ് മണിക് റാവു ഖാൻവിൽക്കർ ആണ് ഇന്ത്യൻ ലോക്പാൽ. കേരള ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ ആണ്. ഓക്കെ, ഇനി നബാർഡിൻ്റെ ചെയർപേഴ്സൺ ആരാണ്? ഷാജി കെ വി ആണ് നബാർഡിൻ്റെ ചെയർപേഴ്സൺ. നബാർഡിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? അറിഞ്ഞിരിക്കണം കേട്ടോ. നബാർഡിൻ്റെ പൂർണ്ണ രൂപം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെൻറ്റ് എന്നതാണ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻ്റ് ആണ് നബാർഡ്. ആണ് നബാർഡ്. ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം നബാർഡാണ് കേട്ടോ. നബാർഡിൻ്റെ ചെയർമാൻ ആരാണ്? ഷാജി കെ വി ആണ്. നബാർഡ് നിലവിൽ വന്നത് 1982 കേട്ടോ. 1982 നബാർഡ് നിലവിൽ വന്നത്, ജൂലൈ 12. ഓക്കെ, 1982 ഓർത്തിരിക്കുക. നബാർഡിൻ്റെ ചെയർമാൻ ഷാജി കെ വി ആണ്. ഇനി സെബി, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് സെബിയുടെ നിലവിലെ ചെയർമാൻ തുഹിൻ കാന്ത് പാണ്ഡെ ആണ് കേട്ടോ. ആണ് സെബിയുടെ നിലവിലെ ചെയർമാൻ. സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. ഇന്ത്യയിലെ ഓഹരി വിപണികളെ നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നതിനും വേണ്ടി സ്ഥാപിതമായിട്ടുള്ളതാണ് സെബി. ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം എന്നറിയാമോ? GS പട്ടേൽ കമ്മിറ്റിയാണ് കേട്ടോ. GS പട്ടേൽ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സെബി നിലവിൽ വന്നിട്ടുള്ളത്. GS പട്ടേൽ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം നിലവിൽ വന്നിട്ടുള്ളതാണ് സെബി. ഓക്കെ, സെബി 1988 രൂപീകരിച്ചിട്ടുള്ളത് കേട്ടോ. അത് 1988 നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടാണ് സ്ഥാപിച്ചത്. രൂപീകരിച്ചത് 1988. അതേ തുടർന്ന് 1992 ആയപ്പോഴത്തേക്കും സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് മാറി. 1992 കേട്ടോ. 1988 നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് രൂപീകരിച്ചു. അതിനുശേഷം 1992 സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് മാറി. ഓക്കെ, നിലവിലെ ചെയർമാനാണ് തുഹിൻ കാന്ത പാണ്ഡെയാണ് സെബിയുടെ നിലവിലെ ചെയർമാൻ. ഓക്കെ, ഇനി കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ് കേട്ടോ. 16ാമത് ധനകാര്യ കമ്മീഷനാണ്. 16ാമത് ഫിനാൻസ് കമ്മീഷനാണ്. 16ാമത് ഫിനാൻസ് കമ്മീഷൻ അല്ലെങ്കിൽ 16ാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ. കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ 16ാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ്. കേരള ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ KN ഹരിലാൽ ആണ് കേട്ടോ. ഹരിലാൽ. കേരള ധനകാര്യ കമ്മീഷന്റെ ചെയർപേഴ്സൺ KN ഹരിലാൽ ആണ്. ഇനി കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ അധ്യക്ഷൻ M ഷാജർ ആണ്. കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ ചെയർപേഴ്സൺ M ഷാജർ ആണ്. ശമ്പള പരിഷ്കാര കമ്മീഷൻ ചെയർപേഴ്സൺ K മോഹൻദാസ്. ശമ്പള പരിഷ്കാര കമ്മീഷൻ ചെയർപേഴ്സൺ K മോഹൻദാസ് ആണ്. ഓക്കെ, ഇതൊന്ന് റിവൈസ് ചെയ്യാം. ഇന്ത്യൻ ലോക്പാൽ ആരാണ്? നിലവിലെ ഇന്ത്യൻ ലോക്പാൽ അജയ് മാണിക് റാവു ഖാൻവിൽക്കർ ആണ്. കേരള ലോകായുക്ത ജസ്റ്റിസ് N അനിൽകുമാർ ആണ്.
നബാർഡിൻ്റെ ചെയർമാൻ, നിലവിലെ നബാർഡിൻ്റെ ചെയർപേഴ്സൺ ഷാജി കെ വി ആണ്, ഷാജി കെ വി. സെബിയുടെ ചെയർപേഴ്സൺ, നിലവിലെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ തുഹിൻ കാന്ത് പാണ്ഡെയാണ്, തുഹിൻ കാന്ത് പാണ്ഡെ. കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ചെയർപേഴ്സൺ, 16ാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർപേഴ്സൺ അരവിന്ദ് പനഗരിയാണ്, അരവിന്ദ് പനഗരിയ. കേരള ധനകാര്യ കമ്മീഷന്റെ ചെയർപേഴ്സൺ കെ എൻ ഹരിലാലാണ്, കെ എൻ ഹരിലാൽ. കേരള ധനകാര്യ കമ്മീഷന്റെ ചെയർപേഴ്സൺ കെ എൻ ഹരിലാലാണ്. കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ അധ്യക്ഷൻ എം ഷാജർ ആണ്, എം ഷാജർ. ശമ്പള പരിഷ്കാര കമ്മീഷന്റെ ചെയർപേഴ്സൺ കെ മോഹൻദാസും ആണ്. ഓക്കെ ആണല്ലോ. അടുത്തത് ഭാരത സർക്കാരിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്, എക്കണോമിക് അഡ്വൈസർ, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ മുഖ്യ എക്കണോമിക് അഡ്വൈസർ, മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവാണ് വി അനന്ത നാഗേശ്വരൻ, വി അനന്ത നാഗേശ്വരൻ. ഭാരത സർക്കാരിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് അല്ലെങ്കിൽ എക്കണോമിക് അഡ്വൈസർ ആരാണ്? വി അനന്ത നാഗേശ്വരനാണ്, വി അനന്ത നാഗേശ്വരൻ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പാകിസ്ഥാൻ ഇന്ത്യ ഇഷ്യൂ നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള പേരാണ് അജിത് ഡോവൽ, അജിത് ഡോവൽ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് അജിത് ഡോവൽ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? അജിത് ഡോവൽ ആണ്. ദേശീയ പ്രതിരോധ സെക്രട്ടറി ആരാണ്? ദേശീയ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ആണ്, രാജേഷ് കുമാർ സിംഗ്, രാജേഷ് കുമാർ സിംഗ് ആണ് ദേശീയ പ്രതിരോധ സെക്രട്ടറി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മേധാവി, നിലവിലെ ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മേധാവി രാഹുൽ നവീൻ ആണ്, രാഹുൽ നവീൻ, രാഹുൽ നവീൻ ആണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മേധാവി. ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? അനിൽ ചൗഹാൻ ആണ് കേട്ടോ, അനിൽ ചൗഹാൻ, അനിൽ ചൗഹാൻ ആണ് ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്, അനിൽ ചൗഹാൻ. കരസേനാ മേധാവി ആരാണ്? ഉപേന്ദ്ര ദ്വിവേദിയാണ്, ഉപേന്ദ്ര ദ്വിവേദിയാണ് കരസേനാ മേധാവി. ഇത് രണ്ട് വാക്കല്ലേ, കരസേന ദ്വിവേദി, കര ദ്വിവേദി എന്ന് ഓർത്താലും കുഴപ്പമില്ല. ഉപേന്ദ്ര ദ്വിവേദിയാണ് കരസേനാ മേധാവി. നാവികസേനാ മേധാവി ആരാണ്? ദിനേശ് കുമാർ ത്രിപാഠിയാണ് കേട്ടോ, ദിനേശ് കുമാർ ത്രിപാഠിയാണ് നാവികസേനയുടെ മേധാവി, നാവികസേനാ മേധാവി. നാവികം ത്രിപാഠി, നാവികം ത്രിപാഠി. വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ്, വ്യോമസേന മേധാവി അമർപ്രീത് സിംഗ് ആണ്. ഓക്കെ, അമർപ്രീത് സിംഗ് ആണ് വ്യോമസേന മേധാവി. കര ദ്വിവേദി എന്നോർക്കുക, കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദിയാണ്. നാവികസേനാ മേധാവി ദിനേശ് കുമാർ ത്രിപാഠി, എല്ലാം 3 അക്ഷരം വെച്ചാണ്, ദിനേശ് കുമാർ ത്രിപാഠി. ഇത് രണ്ടുമല്ലാത്ത മൂന്നാമത്തെ പേരാണ് വ്യോമസേനാ മേധാവിയുടേത്, അമർപ്രീത് സിംഗ് എന്ന് ഓർത്തിരിക്കാവുന്നതാണ്. ഓക്കെ, നമുക്കൊരു മാർക്ക് കിട്ടാനുള്ള വഴികൾ മാക്സിമം എങ്ങനെയൊക്കെയാണോ അതുപോലെയൊക്കെ ചൂസ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര നന്നായി പഠിക്കാൻ പറ്റും അത്രയും നന്നായിട്ട് പഠിക്കുക. വ്യോമസേനാ മേധാവി ആരാണ്? അമർപ്രീത് സിംഗ് ആണ്. ഓക്കെ, ഇത് റിവൈസ് ചെയ്യാം. ഭാരത സർക്കാരിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് എക്കണോമിക് അഡ്വൈസർ ആരാണ്? വി അനന്ത നാഗേശ്വരനാണ്, വി അനന്ത നാഗേശ്വരൻ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? അജിത് ഡോവലാണ്, അജിത് ഡോവൽ, അജിത് ഡോവൽ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് അജിത് ഡോവൽ. ദേശീയ പ്രതിരോധ സെക്രട്ടറിയാണ് രാജേഷ് കുമാർ സിംഗ്, രാജേഷ് കുമാർ സിംഗ്, രാജേഷ് കുമാർ സിംഗ് ആണ് ദേശീയ പ്രതിരോധ സെക്രട്ടറി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മേധാവിയാണ് രാഹുൽ നവീൻ. ഇ ഡിയുടെ മേധാവി ആരാണ്? രാഹുൽ നവീൻ. ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫാണ് അനിൽ ചൗഹാൻ, അനിൽ ചൗഹാൻ. ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫാണ് അനിൽ ചൗഹാൻ. കരസേനാ മേധാവിയാണ് ഉപേന്ദ്ര ദ്വിവേദി, കരസേനാ മേധാവിയാണ് ഉപേന്ദ്ര ദ്വിവേദി. നാവികസേനാ മേധാവിയാണ് ദിനേശ് കുമാർ ത്രിപാഠി, ദിനേശ് കുമാർ ത്രിപാഠി. വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ് ആണ്, അമർപ്രീത്. അടുത്ത ചോദ്യം, കേരള പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? കേരള പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ ജസ്റ്റിസ് ജി ശശിധരൻ ആണ്, ജസ്റ്റിസ് ജി ശശിധരൻ. കേരള പിന്നോക്ക വിഭാഗം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആണ് കേട്ടോ. കേരള സംസ്ഥാനത്തിൻ്റെ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ ജസ്റ്റിസ് ജി ശശിധരൻ ആണ്, ജസ്റ്റിസ് ജി ശശിധരൻ. കേന്ദ്ര പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ ഹൻസ് രാജ് ഗംഗാറാം അഹിർ ആണ്, ഹൻസ് രാജ് ആണ് കേട്ടോ, ഹൻസ് രാജ് ഗംഗാറാം അഹിർ, ഹൻസ് രാജ് ഗംഗാറാം അഹിർ ആണ് കേന്ദ്ര പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ. കേന്ദ്ര പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ ഹൻസ് രാജ് ഗംഗാറാം അഹിർ. ശശിധരൻ ഒരു മലയാളത്തനിമയുള്ളൊരു പേരായിട്ട് തോന്നില്ലേ? കേരള പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ ജസ്റ്റിസ് ജി ശശിധരൻ ആണ്. കേന്ദ്ര പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ ഹൻസ് രാജ് ഗംഗാറാം അഹിർ ആണ്. ഓക്കെ,
ഇനി ഈ പിന്നോക്ക വിഭാഗ കമ്മീഷൻ എപ്പോഴാണ് രൂപം കൊണ്ടത്? പിന്നോക്ക വിഭാഗ കമ്മീഷൻ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ രൂപം കൊണ്ടത് 1993 എന്നാൽ അന്ന് ഭരണഘടനാ പദവി ലഭിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ. 1993 പിന്നോക്ക വിഭാഗ കമ്മീഷൻ രൂപം കൊണ്ടു എങ്കിലും 2018 102 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ ഒരു കമ്മീഷൻ, ദേശീയ പിന്നോക്ക കമ്മീഷന് ഭരണഘടനാ പദവി ലഭിക്കുന്നത്. 2018 102 ഭേദഗതിയാണ് കേട്ടോ. 102 ഭേദഗതി ചോദിച്ചിട്ടുണ്ട്. 102 ഭരണഘടനാ ഭേദഗതി 2018 പ്രകാരമാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ ഉണ്ടായിരിക്കുമല്ലോ. ഏതായിരിക്കും ആർട്ടിക്കിൾ? ഏതാണ്? ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദം 338B ആണ് കേട്ടോ. 338B ആണ്. 102 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് 338B ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 338B ആണ്. ഓക്കെ, അടുത്തത് കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ. ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ ഇക്ബാൽ സിംഗ് ലാൽപുര. കേരള ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ എ റഷീദാണ് കേട്ടോ. എ റഷീദ്. കേരള ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ എ റഷീദാണ്. കേരള ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ എ റഷീദ്. കേന്ദ്ര പട്ടികജാതി കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? കേന്ദ്ര പട്ടികജാതി കമ്മീഷന്റെ ചെയർപേഴ്സൺ കിഷോർ മക്വാനയാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ അല്ലെങ്കിൽ കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ കിഷോർ മക്വാനയാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ അല്ലെങ്കിൽ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഒരു ഭരണഘടനാ സ്ഥാപനമല്ലേ? അതെ. ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 338 ആണ് കേട്ടോ. 338 338B പിന്നാക്ക വിഭാഗമാണ്. 338 പട്ടികജാതി കമ്മീഷനാണ്. പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 338. എന്നാൽ ആദ്യകാലത്ത് ഈ 338 പട്ടികജാതിക്കാരെക്കുറിച്ചും പട്ടികവർഗക്കാരെക്കുറിച്ചും സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്കായിട്ടൊരു സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളായിരുന്നു 338. പിന്നീട് അത് 89 ഭരണഘടനാ ഭേദഗതി പ്രകാരം 2023 ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ രണ്ടായിട്ട് വിഭജിച്ചു. എന്നിട്ട് ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്നും ദേശീയ പട്ടികവർഗ കമ്മീഷൻ എന്നും രണ്ടായിട്ട് മാറ്റി. ഏത് ഭേദഗതി പ്രകാരമാണ്? 89 ഭേദഗതി പ്രകാരമാണ് പട്ടികജാതി കമ്മീഷന്റെ ആർട്ടിക്കിൾ 338 ആണ്. ഓക്കെ, ഇനി ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ നമ്മൾ പറഞ്ഞു 2003 89 ഭരണഘടനാ ഭേദഗതി പ്രകാരം രണ്ടായിട്ട് വിഭജിച്ചപ്പോൾ കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ ആർട്ടിക്കിൾ 338 കേന്ദ്ര പട്ടികവർഗ കമ്മീഷൻ 338A മാറിയിട്ടോ. 338A. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു ഓർഡർ കിട്ടിയോ? 338 പട്ടികജാതി, 338A പട്ടികവർഗം, 338B പിന്നോക്ക വിഭാഗം. അപ്പോൾ അത് കണക്റ്റഡ് ആയിട്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ ചോദ്യത്തിലേക്ക് വരാം. കേന്ദ്ര പട്ടികവർഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ അന്തർ സിംഗ് ആര്യയാണ് കേട്ടോ. അന്തർ സിംഗ് ആര്യയാണ് കേന്ദ്ര പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ. കേന്ദ്ര പട്ടികവർഗ കമ്മീഷന്റെ ആർട്ടിക്കിൾ 338A ആണ്. നിലവിൽ വന്നത് 2004 ഫെബ്രുവരി 19. ഈ രണ്ട് സ്ഥാപനങ്ങളുടെ ആസ്ഥാനം ലോക് നായക് ഭവനാണ്, ന്യൂഡൽഹി. ലോക് നായക് ഭവനാണ് ന്യൂഡൽഹി. ഓക്കെ, പട്ടികജാതി കമ്മീഷന്റെ ചെയർപേഴ്സൺ കിഷോർ മക്വാന, പട്ടികവർഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ അന്തർ സിംഗ് ആര്യ. ഓക്കെ, ഇനി ഇതിപ്പോൾ നമ്മൾ കേന്ദ്രത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി കേരളത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷന് ഒറ്റ ചെയർമാനാണ് BS മാവോജി. കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ BS മാവോജിയാണ് കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ. കേന്ദ്ര ബാലാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? തൃപ്തി ഗുർഹയാണ് കേട്ടോ.
തൃപ്തി ഗുർഹ. കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ തൃപ്തി ഗുർഹയാണ്. തൃപ്തി ഗുർഹയാണ് കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ. കേരള ബാലാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ KB മനോജ് കുമാറാണ്. KB മനോജ് കുമാർ. കേരള ബാലാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ KB മനോജ് കുമാറും കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ തൃപ്തി ഗുർഹയുമാണ്. കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ തൃപ്തി ഗുർഹ, കേരള ബാലാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ KB മനോജ് കുമാറാണ്. റിവൈസ് ചെയ്യുകയാണെങ്കിൽ കേരള പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ജസ്റ്റിസ് G ശശിധരനാണ്. ജസ്റ്റിസ് G ശശിധരൻ. കേന്ദ്ര പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ഹൻസ്രാജ് ഗംഗാറാം അഹിറാണ്. കേന്ദ്ര പിന്നോക്ക വിഭാഗ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ഹൻസ്രാജ് ഗംഗാറാം അഹിർ. കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ ഇക്ബാൽ സിംഗ് ലാൽപുര. കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സണാണ് ഇക്ബാൽ സിംഗ് ലാൽപുര. കേരള ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ AA റഷീദാണ്. കേരള ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ AA റഷീദ്. കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ്റെ ചെയർപേഴ്സൺ കിഷോർ മക്വാന. കേന്ദ്ര പട്ടികവർഗ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ അന്തർ സിംഗ് ആര്യ. കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ BS മാവോജി. കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരാണ്? തൃപ്തി ഗുർഹയാണ്. കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ തൃപ്തി ഗുർഹ. കേരള ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KB മനോജ് കുമാർ. കേരള ബാലാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ KB മനോജ് കുമാർ. അടുത്തത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് PT ഉഷയാണ്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് PT ഉഷയാണ്. കേരളത്തിൽ നിന്നും ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ വനിതാ കായിക താരം ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? PT ഉഷയാണ് കേട്ടോ. 1980 മോസ്കോ ഒളിമ്പിക്സ് ആണ്. കേരളത്തിൽ നിന്നും ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ആദ്യ വനിതാ കായിക താരം PT ഉഷയാണ്. 1980 മോസ്കോ ആണ്. 1980 മോസ്കോ ഒളിമ്പിക്സിലാണ്. പിന്നെ ഒളിമ്പിക്സിൽ ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ വനിത ആര് എന്ന് ചോദിച്ചാലും PT ഉഷയാണ്. പക്ഷേ ഇയർ വ്യത്യാസമുണ്ട്. 1984 ലോസ് ഏഞ്ചൽസിലാണ്. 1984 ലോസ് ഏഞ്ചൽസിലെ ഒളിമ്പിക്സിലാണ് PT ഉഷ ഫൈനലിൽ പ്രവേശിച്ചത്. ഒളിമ്പിക്സിൽ ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ വനിത ആര് എന്ന് ചോദിച്ചാൽ ആൻസർ PT ഉഷയാണ് കേട്ടോ. ഓക്കെ, ഇനി 1985 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയും PT ഉഷ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പോയിന്റ്സ് ആണ് പറഞ്ഞത്. കേരളത്തിൽ നിന്നും ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ആദ്യ വനിതാ കായിക താരം PT ഉഷയാണ്. ഒളിമ്പിക്സിൻ്റെ ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ വനിത. ആദ്യത്തെ മത്സരത്തിൽ ഒളിമ്പിക്സിൻ്റെ ഫൈനലിൽ എത്തിയിട്ടില്ല. ഒളിമ്പിക്സിൽ ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ വനിത എന്ന് ചോദിച്ചാലും PT ഉഷയാണ്. 1984 1985 ഏഷ്യൻ അത്ലറ്റ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതും PT ഉഷ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് PT ഉഷയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ രഘുറാം അയ്യറാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ രഘുറാം അയ്യർ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് PT ഉഷയും എക്സിക്യൂട്ടീവ് ഓഫീസർ രഘുറാം അയ്യരുമാണ്. ഓക്കെ, BCCI ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യയുടെ പ്രസിഡന്റ് BCCIയുടെ പ്രസിഡന്റ് റോജർ ബിന്നിയാണ്. BCCIയുടെ നിലവിലെ പ്രസിഡന്റ് റോജർ ബിന്നിയാണ്. പൂർണ്ണരൂപം ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. ഹോക്കി ഇന്ത്യയുടെ പ്രസിഡന്റ് ദിലീപ് ടിർക്കിയാണ്. ഹോക്കി ഇന്ത്യയുടെ പ്രസിഡന്റ് ദിലീപ് ടിർക്കിയാണ്. BCCIയുടെ പ്രസിഡന്റ് റോജർ ബിന്നി. ഹോക്കി ഇന്ത്യയുടെ പ്രസിഡന്റ് ദിലീപ് ടിർക്കിയാണ്. AIFF ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് കല്യാൺ ചൗബെ. ഓക്കെ, ഈ ഒരു പോയിന്റ് റിപ്പീറ്റഡ് ആയിട്ട് വന്നാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ രഘുറാം അയ്യർ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, അത് പോട്ടെ.
ഇന്ത്യൻ അത്ലറ്റ് ഫെഡറേഷൻ്റെ പ്രസിഡന്റ് ആരാണ്? ബഹദൂർ സിംഗ് സാഗു ആണ്. ബഹദൂർ സിംഗ് സാഗു. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ പ്രസിഡന്റ് ബഹദൂർ സിംഗ് സാഗു ആണ്. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ പ്രസിഡന്റ് ബഹദൂർ സിംഗ് സാഗു. ബഹദൂർ സിംഗ് സാഗു ആണ് ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ പ്രസിഡന്റ്. ഓക്കെ, റിവൈസ് ചെയ്യാം. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആരാണ്? PT ഉഷയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ രഘുറാം അയ്യർ ആണ്. രഘുറാം അയ്യർ. BCCIയുടെ നിലവിലെ പ്രസിഡന്റ് റോജർ ബിന്നി. ഹോക്കി ഇന്ത്യയുടെ പ്രസിഡന്റ് ദിലീപ് ടിർക്കി. AIFF ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ നിലവിലെ പ്രസിഡന്റ് കല്യാൺ ചൗബെയാണ്. കല്യാൺ ചൗബെ. ഇന്ത്യൻ അത്ലറ്റ് ഫെഡറേഷൻ പ്രസിഡന്റ് ബഹദൂർ സിംഗ് സാഗു ആണ്. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ പ്രസിഡന്റ് ബഹദൂർ സിംഗ് സാഗു. ഓക്കെ, അടുത്തത് ഇനി നീതി ആയോഗ് ചെയർമാൻ ആരാണ്? നീതി ആയോഗിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ് കേട്ടോ. നീതി ആയോഗിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ നിലവിലെ ചെയർമാനും നരേന്ദ്രമോദിയാണ്. ആദ്യത്തെ ചെയർമാനും നരേന്ദ്രമോദിയാണ് കേട്ടോ. നീതി ആയോഗ് എന്ന നിലവിൽ വന്ന 2015 2015 ജനുവരി 1 ജനുവരി 1 ശ്രദ്ധിച്ച് പഠിക്കണം. ജനുവരി 1 ജൂലൈ 1 ഒക്കെ ഓപ്ഷനിൽ കാണാറുണ്ട്. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനമാണ് നീതി ആയോഗിൻ്റെ പൂർണ്ണരൂപവും കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക, ചോദിക്കുന്നുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതാണ് നീതി ആയോഗ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് നീതി ആയോഗ് എന്നത്. ഓക്കെ, അപ്പോൾ നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. വൈസ് ചെയർമാൻ സുമൻ ബെറിയാണ്. വൈസ് ചെയർമാൻ നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ സുമൻ ബെറി. നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ സുമൻ ബെറിയാണ്. CEO നീതി ആയോഗിൻ്റെ CEO BVR സുബ്രഹ്മണ്യമാണ്. സുബ്രഹ്മണ്യം. നീതി ആയോഗിൻ്റെ CEO BVR സുബ്രഹ്മണ്യമാണ്. നീതി ആയോഗിൻ്റെ ചെയർപേഴ്സൺ നരേന്ദ്രമോദിയാണ്. വൈസ് ചെയർപേഴ്സൺ സുമൻ ബെറിയാണ്. നീതി ആയോഗിൻ്റെ CEO BVR സുബ്രഹ്മണ്യം. ഇനി കേരള ആസൂത്രണ ബോർഡിൻ്റെ ചെയർപേഴ്സൺ പിണറായി വിജയനാണ്. കേരള ആസൂത്രണ ബോർഡിൻ്റെ ചെയർപേഴ്സൺ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. കേരള ആസൂത്രണ ബോർഡിൻ്റെ വൈസ് ചെയർപേഴ്സൺ VK രാമചന്ദ്രനാണ്. കേരള ആസൂത്രണ ബോർഡിൻ്റെ വൈസ് ചെയർമാൻ VK രാമചന്ദ്രനും ചെയർമാൻ പിണറായി വിജയനുമാണ്. ഓക്കെ, കേരള ആസൂത്രണ ബോർഡിൻ്റെ ചെയർപേഴ്സൺ പിണറായി വിജയൻ, വൈസ് ചെയർപേഴ്സൺ VK രാമചന്ദ്രൻ. ഇനി CBIയുടെ മേധാവി, നിലവിലെ CBI മേധാവി പ്രവീൺ സൂദാണ്. CBIയുടെ നിലവിലെ മേധാവി പ്രവീൺ സൂദ്. ഇന്ത്യൻ CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ സഞ്ജയ് മൂർത്തിയാണ്. ഇന്ത്യയുടെ CAG അല്ലെങ്കിൽ ഇന്ത്യയുടെ നിലവിലെ CAG അല്ലെങ്കിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഗാർഡിയൻ ഓഫ് പബ്ലിക് പേഴ്സ് എന്നറിയപ്പെടുന്ന പദവിയാണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്. CAG എന്നത് ഗാർഡിയൻ ഓഫ് പബ്ലിക് പേഴ്സ് എന്നറിയപ്പെടുന്നു. ആർട്ടിക്കിൾ ഏതാണ്? CAGയുടെ ആർട്ടിക്കിൾ 148 ആണ്. CAGയുടെ ആർട്ടിക്കിൾ 148 ഏതാണ്? 148 ആണ്. ഓക്കെ, ഇന്ത്യയിലെ നിലവിലെ CAG അല്ലെങ്കിൽ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സഞ്ജയ് മൂർത്തിയാണ്. സഞ്ജയ് മൂർത്തി. ഇനി CGA കംട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ആരാണ്? ഇന്ത്യയുടെ നിലവിലെ CGA കംട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ആണ് SS ദുബെ ആണ് CGA. ഇന്ത്യയുടെ നിലവിലെ CGA കംട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് SS ദുബെ ആണ്. ഇനി ഇന്ത്യൻ ചീഫ് വിജിലൻസ് കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ ചീഫ് വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ് ഇന്ത്യയിലെ ചീഫ് വിജിലൻസ് കമ്മീഷണർ. ഇന്ത്യൻ ചീഫ് വിജിലൻസ് കമ്മീഷണർ ആരാണ്? പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ്. റിവൈസ് ചെയ്യാം. നീതി ആയോഗിൻ്റെ ചെയർപേഴ്സൺ നരേന്ദ്രമോദിയാണ്. പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിൻ്റെ ചെയർപേഴ്സൺ. വൈസ് ചെയർപേഴ്സൺ സുമൻ ബെറി. CEO BVR സുബ്രഹ്മണ്യം. കേരള ആസൂത്രണ ബോർഡ് ചെയർപേഴ്സൺ ആരാണ്? പിണറായി വിജയനാണ്. മുഖ്യമന്ത്രിയാണ് ആസൂത്രണ ബോർഡിൻ്റെ ചെയർപേഴ്സൺ.
കേരള ആസൂത്രണ ബോർഡിൻ്റെ ചെയർപേഴ്സൺ മുഖ്യമന്ത്രിയാണ്. അതുപോലെ തന്നെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർപേഴ്സണും മുഖ്യമന്ത്രിയാണ് കേട്ടോ. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ചെയർപേഴ്സണും മുഖ്യമന്ത്രിയാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർപേഴ്സണും മുഖ്യമന്ത്രിയാണ്. വൈസ് ചെയർപേഴ്സൺ കേരള ആസൂത്രണ ബോർഡിൻ്റെ വൈസ് ചെയർപേഴ്സൺ വി കെ രാമചന്ദ്രനാണ്. വി കെ രാമചന്ദ്രൻ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർപേഴ്സൺ റവന്യൂ വകുപ്പ് മന്ത്രിയാണ് കേട്ടോ. റവന്യൂ വകുപ്പ് മന്ത്രി ഓർത്തിരിക്കാം. ഇനി CBIയുടെ മേധാവി, CBIയുടെ നിലവിലെ മേധാവി പ്രവീൺ സൂദാണ്. പ്രവീൺ സൂദ്. ഇന്ത്യൻ CAG കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കെ സഞ്ജയ് മൂർത്തിയാണ്. CAG സഞ്ജയ് മൂർത്തിയാണ്. കെ സഞ്ജയ് മൂർത്തിയാണ് CAG. സഞ്ജയ് മൽഹോത്ര RBI ഗവർണറാണ്. സഞ്ജയ് മൽഹോത്ര RBI ഗവർണർ. RBI ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. ഇനി സഞ്ജയ് കുമാർ മിശ്ര GST ട്രൈബ്യൂണലിൻ്റെ ചെയർപേഴ്സൺ ആണ് കേട്ടോ. സഞ്ജയ് കുമാർ മിശ്ര GST ട്രൈബ്യൂണലിൻ്റെ ചെയർപേഴ്സൺ ആണ്. സഞ്ജയ് മൽഹോത്ര RBI ഗവർണറും സഞ്ജയ് മൂർത്തി CAGയും ആണ്. ഓക്കെ, സഞ്ജയ് മൽഹോത്ര RBI ഗവർണർ, സഞ്ജയ് മൂർത്തി CAG, സഞ്ജയ് കുമാർ മിശ്ര GST ട്രൈബ്യൂണലിൻ്റെ ചെയർപേഴ്സൺ ആണ്. ഇനി ഇന്ത്യൻ CGA ആരാണ്? കംട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് SS ദുബെ ആണ്. SS ദുബെ. ഇന്ത്യൻ ചീഫ് വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാസ്തവ. CBI ഡയറക്ടർ പ്രവീൺ സൂദും ഇന്ത്യൻ ചീഫ് വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാസ്തവയും ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ നിയമനങ്ങൾ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച്.